പ്രിയമുള്ളവരെ, എൻ്റെ പുതിയ വീഡിയോ ആയ ഞങ്ങളുടെ സ്പെഷ്യൽ കൊല്ലംകാരുടെ ഒരു അടിപൊളി തലക്കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരു 5 കിലോ മീനിൻ്റെ വറ്റയുടെ തലയാണ്, അതിൻ്റെ തലയാണ് ഇന്ന് തലക്കറി വെക്കാൻ പോകുന്നത്. അപ്പം SP.Journey എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൊല്ലംകാരുടെ അടിപൊളിയായ മീൻകറി ഉണ്ടല്ലേ. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് 5 കിലോയുടെ വലിപ്പമുള്ള വറ്റയാണ്. ആ വറ്റയുടെ തലയാണ് ഈ കാണുന്നത്. എവിടെ നിന്ന് സെറ്റാക്കി എടുത്ത് പഴയ നമ്മുടെ പോലീസുകാരെ തൊപ്പി കണക്കില്ലേ, അടിപൊളിയായിട്ട് ഒന്ന് കഴുകിയെടുത്ത്, ഞാൻ നേരത്തെ എല്ലാം കഴുകി വെച്ചേക്കുവാണിത്. പക്ഷെ എന്നാലും ഒന്നും കൂടി ഒന്ന് കഴുകി സെറ്റാക്കി. നമ്മുടെ കൊല്ലത്തെയൊക്കെ ഞങ്ങളുടെ അഹങ്കാരമാണ് ഇത്തരത്തിലുള്ള അടിപൊളി ഫ്രഷ് മീൻ. ചൂണ്ടമീനുണ്ട്, വലമീനുണ്ട്, വറ്റ നല്ല സെറ്റാക്കി വെച്ചേക്കാണ്. കണ്ടില്ലേ, സ്വയംഭവ സാധനമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ആ വറ്റയുടെ മുള്ളും തലയും കൂടെ ചേർത്ത് വെക്കാൻ പോകുന്നു. ഇതെല്ലാം ഞാൻ ഓടി കഴുകി വെച്ചേക്കാണ്. എന്നാലും ഒന്നും കൂടി ഒന്ന് കഴുകി സെറ്റാക്കി നല്ല പീസോട് കൂടി മുള്ള അവനെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഇനി നമുക്ക് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് പോകാം. അത് കടുവറപ്പ്, എണ്ണവെഴുപ്പും ഉള്ളിവഴട്ടും അതിൻ്റെ സംഭവങ്ങളായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ശകലം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. നമ്മൾ ആവശ്യത്തിന് ആ തലയ്ക്കും മുള്ളിനുമൊക്കെ ആവശ്യമായ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: ചെറിയ ഉള്ളി, അതേപോലെ തന്നെ പച്ചമുളക് കീറിയത്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മസാലയായ ഉപ്പ്, നമ്മുടെ ഉലുവ, അതേപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഏതെങ്കിലും സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് ചൂടായ ചട്ടിയിലേക്ക് നമ്മുടെ ആ നേരത്തെ ഞാൻ കാണിച്ച ആ സാധനങ്ങളൊക്കെ കൂടി ഇടുകയാണ്. കൊല്ലംകാരുടെ സ്പെഷ്യൽ മീൻകറിക്കുള്ള പരിപാടിയാണിത്. ഷാപ്പിലെ കറിയായിരിക്കും, അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കാം. ഇങ്ങനെ ചെറിയ ഉള്ളി ഇങ്ങനെ ഇടന്ന് എണ്ണയ്ക്കകത്തോട്ട് അങ്ങോട്ട് നല്ല നമുക്ക് ചുമക്കണം, നല്ലപോലെ ചുമന്നങ്ങോട്ട് വരണം. ഒന്ന് വഴറ്റി വരുമ്പോഴാണ് നമ്മൾ ബാക്കി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളി നല്ല പോയി വഴണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് അല്പം കാശ്മീരി മുളക് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടി ഇപ്പോൾ നമ്മുടെ കറിക്ക് പൊതുവേ ഒരു നല്ല റെഡിഷും വരും, എന്നാൽ എരി കുറവുമായിരിക്കും. എരിക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം മുളക് പൊടി വേണോ അത് പിന്നെ ചേർക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് അതിൻ്റെ ഒരു കളർഫുൾ ഐറ്റംസ്. ഇത് നമ്മുടെ സാധാരണ മുളക് പൊടിയാണ് എരിക്ക് വേണ്ടി. അപ്പോൾ എൻ്റെ കയ്യിൽ തല വലിപ്പത്തിലുള്ള തലയും അതോടൊപ്പം തന്നെ നമ്മുടെ മുള്ളുമൊക്കെ ഉണ്ടായതുകൊണ്ട് സ്വല്പം എരിവ് കൂടുതൽ വേണം. അതേപോലെ തന്നെ മസാലയും കുറച്ച് കൂടുതൽ വേണം, കാരണം ഇതിനകത്തൊക്കെ മുങ്ങിക്കിടക്കണമല്ലോ. അപ്പം അടുത്ത അല്പം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി എല്ലാം അവരവരുടെ ഉചിതമായിട്ട് പാകത്തിന് വേണ്ട രീതിയിൽ ഇടുക. ഇപ്പം ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായതിൻ്റെ പേരിലാണ് ഇത്രയും മസാല ഇടുന്നത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെ വേണോ അതുപോലെ നമുക്ക് ആഡ് ചെയ്യാം. അടുത്തായി നമ്മുടെ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം വേണം നിങ്ങൾക്കറിയാമല്ലോ, അത് നോക്കിയിടുക. ഇങ്ങനെ അങ്ങോട്ട് നല്ല മസാല നല്ല ആ മൊരിയുന്ന മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ആ ഒരു ഫ്ലേവർ വന്നു തുടങ്ങി മൂക്കിക്കൂടെ. ശകലം മഞ്ഞപ്പൊടി, നല്ല അങ്ങോട്ട് മിക്സ് ആവട്ടെ, എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആവട്ടെ അങ്ങോട്ട്. നമുക്കിതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയ സാധനമാണ് നമ്മുടെ എന്താ പറയുക, ഈ കുടംപുളി. ഈ ഷാപ്പിലെ കറി, ഞങ്ങളുടെ കൊല്ലക്കാട് കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കാണുന്ന കുടംപുളി. അതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്. നല്ല കുതിർന്ന് കഴിയുമ്പോൾ യവനെ ആ ചാറൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പറക്കി കിട്ടണ്ടല്ലോ. അപ്പം നമ്മുടെ അരപ്പുണ്ടല്ലോ, അരപ്പ നല്ല എല്ലാം കൂടെ അങ്ങോട്ട് അങ്ങോട്ട് നല്ല സെറ്റായി നല്ല പേസ്റ്റായിരിക്കുകയാണ് ഇല്ലേ. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മുടെ കറിവേപ്പില, നല്ല ഫ്രഷ് നമ്മുടെ ഞങ്ങളുടെ നാടൻ കറിവേപ്പില അതങ്ങോട്ടിട്ട് അതിനെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചൂട് വെള്ളം, തിളപ്പിച്ച വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ച് നല്ല ലൂസാക്കണം. നല്ല നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ മസാല നല്ല വെന്തതിൻ്റെയും ആ ഒരു എന്താ പറയുക ഫിഷ് ഗ്രേവിയുടെ സ്മെല്ല് ഇപ്പോഴേ വന്നു തുടങ്ങി.
അതിൻ്റെ കൂട്ടിൻ്റെ മണം അടിപൊളിയായിട്ടുണ്ട്. ഷാപ്പിലെ കറി ഏതാനും നിമിഷം റെഡിയാവുന്നതായിരിക്കും. അതിലേക്ക് നമുക്ക് അല്പം വെള്ളം, നമ്മൾ ചൂടാക്കി വെള്ളമാണ് ഒഴിക്കുന്നത്. പാകത്തിന് വേണ്ടി വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ഒന്ന് സെറ്റാക്കി തിളച്ചങ്ങോട്ട് കഴിയുമ്പം ആയിരിക്കും നമ്മുടെ അഭ്യാസം ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ വലിയ തലയില്ലേ, അവനെ പിടിച്ചും കറക്കുമല്ലോട്ട് നല്ല സെറ്റായി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ നമ്മുടെ എന്താ പറയുന്നത് കറിക്ക് നല്ല മണവും പുളിയും ഒക്കെ ഉണ്ടാവാൻ നമ്മുടെ കുടംപുളി ഇങ്ങനെ കൊണ്ടിടണം. കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിക്ക് പകരം കുടംപുളി ഇട്ട് വെച്ച നമ്മുടെ അങ്ങോട്ട് തലക്കറി. പാകത്തിന് ഉപ്പിടുക. ഓരോരുത്തരുടെ ചോയ്സാണ് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പാകത്തിന് ഉപ്പിടുക. നല്ല ഗ്രേവി ആയിരിക്കുകയാണ്. നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെ കുറച്ച് തോനെ ഗ്രേവി ഉണ്ട്, കാരണം നമ്മുടെ ഐറ്റംസ് കൂടുതലുണ്ടാകണ്ടേ. നമുക്കിതിലേക്കൊന്ന് അതിന് ശേഷം നമ്മുടെ തല ഇടാൻ സമയമായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻ ചാറ് നല്ല തിളച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ആ യമണ്ടൻ തല പൊക്കാൻ 2 ആൾ വേണം. 5 കിലോ ഉള്ള തലയാണ്. നമുക്ക് കാര്യങ്ങൾ സെറ്റാക്കാം. കറി നല്ല തിളച്ചു, നല്ല സൂപ്പർ തിളച്ചിരിക്കുക. അതിലേക്ക് നമ്മുടെ ആശാനെ കൊണ്ട് വെക്കാൻ പോവാം. ഓ പൊളിക്കും ആയിവാ. അവനെ അങ്ങോട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചാറങ്ങോട്ട് കോരി ഒഴിച്ച് അവനെ അങ്ങോട്ട് നമുക്കൊന്ന് മറിച്ചിടാം. അവനെ മറിച്ചങ്ങോട്ടിട്ട് സൈഡ് ഇങ്ങനെ കിടക്കുമ്പം ആയിവാ ഗ്രേവി ഇങ്ങനെ അങ്ങോട്ട് തിളക്കിയപ്പോഴും നല്ലപോലെ കുറച്ചുകൂടി ഗ്രേവി മേപ്പോട്ട് കയറി വരും. ഇപ്പം നമ്മൾ മീനിൻ്റെ തല അങ്ങോട്ട് വെച്ചല്ലേ ഉള്ളൂ. അപ്പം ഇതിലോട്ട് നല്ലപോലെ ഗ്രേവി ഒഴിക്കുമ്പം കുറച്ച് പിടിക്കണം. അകത്തേക്ക് നല്ല പിടിച്ചെങ്കിലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇത് കിടന്ന് കൂടെ തിളച്ച് വേപ്പഴത്തേക്ക് ഞാൻ പോയിട്ട് മരച്ചീനി, നമ്മുടെ കപ്പ, പൂള ഒന്ന് പുഴുങ്ങുക. അതും കൂടെ കൂട്ടി നമുക്ക് ലെവലാക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. വരുന്നു. ആയിവാ. ബാഹുബലി നല്ല സ്വയംഭ മൂട ഉണ്ടല്ലേ. ഞങ്ങളുടെ അയ്യത്തെ സൂപ്പർ കപ്പ, നല്ല ഫ്രഷ് കപ്പ. അവനെ അങ്ങോട്ട് പുഴുങ്ങിയെടുത്ത് നമ്മുടെ തലക്കറി ഗുണം കുടിച്ചോളൂ. അടിപൊളി. അടുത്ത വർഷം ഉപയോഗിക്കാനുള്ള ജനിക്കാൻ പോട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാണാം ഇത് പുഴുങ്ങിയിട്ട്. നമ്മളങ്ങനെ തലയുടെ കൂട്ടത്തിൽ ഞാൻ മുന്നേ കാണിച്ച ആ മീനിൻ്റെ മുള്ളൊക്കെ അങ്ങോട്ടിട്ടുണ്ട്. നല്ല സെറ്റായി വരികയാണത് ഉണ്ടല്ലേ. നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ പൂള റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ കപ്പ പുഴുങ്ങാൻ പോവാണ്. അതോടൊപ്പം നമ്മുടെ തല ആശാൻ ഇങ്ങനെ റെഡിയായിരിക്കുക. അവനെ അങ്ങോട്ട് ഗ്രേവിക്ക് അങ്ങോട്ട് കോരി ഒഴിച്ച് നല്ല സെറ്റാക്കി എല്ലാം വെന്ത് റെഡിയായിരിക്കുകയാണ് അല്ലേ. അയ്യവാ, യവനെയും കപ്പയും കൊടുത്തൊരു പിടിയുണ്ട്. സ്റ്റേറ്റും ഞാൻ വരുന്നുണ്ട് കപ്പയുമായിട്ട്. അങ്ങനെ നമ്മുടെ ഷാപ്പിലെ കറി, ഞങ്ങളുടെ കൊല്ലങ്കാട് ഷാപ്പിലെ കറി റെഡിയായിരിക്കുകയാണ്. തലക്കറിയാണ്.
നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വറ്റയുടെ 5 കിലോയുടെ വറ്റയുടെ തലയാണ് റെഡിയായിരിക്കുകയാണ്. നല്ല ഗ്രേവി, നല്ല എന്താ പറയുക, നല്ല കൊഴുത്ത ഗ്രേവി, നല്ല സൂപ്പർ ഗ്രേവിയാണ്. അവനെ അങ്ങോട്ട് എടുത്ത് ഞാനങ്ങനെ വായി വെള്ളം വരുന്നു കേട്ടോ, പറഞ്ഞപ്പോഴേ വായി വെള്ളം വരുന്നു. അവനെ അങ്ങോട്ട് എടുത്ത് എണ്ണ പിടിക്കാം. പൊളിവാൻ സംശയം. ആയി വാ. ഓ വെരി ഹോട്ട്, ഒരു രക്ഷയില്ല. ഞാൻ കുടിച്ച് ഉണ്ടല്ലേ, സത്യം കേട്ടോ, പറഞ്ഞപ്പോഴേ വായിക്കകത്ത് വെള്ളം വരുവാണ്. അപ്പം നമ്മുടെ പുഴുങ്ങിയ കപ്പ, എൻ്റെ അയ്യത്തു നിന്ന് പിഴുത പുഴുങ്ങിയ കപ്പ അവനെ കൂടെ എടുത്ത് നമ്മുടെ ആദ്യം ചാറിലും കൊണ്ട് മുക്കിയിട്ട് നമ്മുടെ കുടംപുളി ഭയങ്കര ടേസ്റ്റ്. അതുപോലെ അങ്ങനെ പുളിക്കാൻ പോട്ടോ. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല ഉണ്ടല്ലേ, ഒരു രക്ഷയില്ല. ഗ്രേവി അങ്ങോട്ട് ഒഴിച്ച് സത്യം ഞാൻ വെച്ചുകൊണ്ട് പറയല്ല, അടിപൊളി എന്ന് വെച്ചാൽ സൺഡേ സ്പെഷ്യലാണ് ഞങ്ങളുടെ കൊല്ലംകാരുടെ അടിപൊളിയായ തലക്കറി വിത്ത് നമ്മുടെ എന്താ പറയുക പെണമ്പുളി. ഇതിനകത്ത് പെണമ്പുളിയാണ് അതിനകത്ത് ഏറ്റവും വലിയ, ഈ ഞങ്ങൾ കുടംപുളി എന്നും പറയും, പടംപുളി എന്നും പറയും. കുടംപുളിയാണ് അതിനകത്ത് ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട്. ഹാവ് എ നൈസ് ഡേ, എൻജോയ് എവരിബഡി. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ SP.Journey. ഹാപ്പി സൺഡേ, ബൈ. കഴിച്ചോക്ക്.